ഹായ് ഫ്രണ്ട്സ്, ഷൈനി ക്രിഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നതാണ്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. First, the Fool, Judgment, Son of Pentacles, Six of Swords, Three of Cups, Page of Swords, the Moon, the Devil, Eight of Cups, and Four of Pentacles. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിരുന്നത് Four of Wands ആണ്. ഫസ്റ്റ് ഇവിടെ വന്നിരുന്നത് ഫൂളാണ്. അവർ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണ് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അതായത് ഫൂൽ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പോട്ട് എന്ത് നടക്കും, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാതെയും അതുപോലെ മറ്റാരെയും നോക്കാതെ നമ്മൾ റിസ്ക് എടുക്കുന്നതാണ്. നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം, നല്ല രീതിയിൽ നിങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണം. അതിന് വേണ്ടി എന്ത് തടസ്സം വന്നാലും അതൊന്നും ഞാൻ മൈൻഡ് ആക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. നിങ്ങളോടൊപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ ഫസ്റ്റ് പറയാനുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ജഡ്ജ്മെൻ്റ് ആണ്. അവർ നിങ്ങളോട് ന്യായം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം ഇതുവരെ മേ ബി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സെപ്പറേഷനോ അകൽച്ചയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബോണ്ടിങ് നഷ്ടപ്പെടുകയോ പരസ്പരം ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊരു ന്യായം ചെയ്യണമെന്ന് നിങ്ങളോട് അവർ ആഗ്രഹിക്കുന്നു. കാരണം ഇതിനു മുമ്പ് നിങ്ങൾ എത്രയൊക്കെ എഫർട്ട് ഇട്ട് നിങ്ങൾ കുറേ എഫർട്ട് ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ സെവൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾ അത്രയും ആത്മാർത്ഥമായി നിങ്ങളുടെ ടൈമും എനർജിയും എല്ലാം മാറ്റിവെച്ച് അത്രയും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ബന്ധത്തിന് വേണ്ടി നല്ല രീതിയിൽ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അതിനൊരു ന്യായം ചെയ്തില്ല. അവർ നിങ്ങൾക്ക് വേണ്ടി അത്രയും എഫർട്ട് ഇടുകയോ ടൈമോ എനർജിയോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്ന് സ്പെൻഡ് ചെയ്യാതെയും നിങ്ങളെ ചൂസ് ചെയ്യാതെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ന്യായം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ സെവൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നതും അങ്ങനെയാണ്. നമ്മൾ കുറേ എത്ര എഫേർട്ട് ഇട്ടിട്ടും ഫൈനലി നമുക്ക് തോന്നും ഇതിൽ എത്ര എഫേർട്ട് ഇട്ടും ഒരു പ്രയോജനമില്ല എന്ന് നിങ്ങൾ ഒരു മൈൻഡ് സെറ്റിലെത്തി. ഇവിടെ ഫൈവ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തെ വിട്ട് പോയാലോ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടാവാം. കുറച്ച് പേരൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് ന്യായം ചെയ്ത് നിങ്ങളുമായിട്ട് ന്യൂ സ്റ്റാർട്ട് വേണം. ആ പഴയതെല്ലാം ലൈഫിൽ എന്ത് നടന്നോട്ടെ, പരസ്പരം കോൺഫ്ലിക്റ്റോ എന്ത് പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം വിട്ടിട്ട് നമുക്കിനി ഒരു പുതിയ ഒരു സ്റ്റാർട്ട്, അത്രയും ഒരു ടെൻഷൻ ഇല്ലാതെ അത്രയും ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഒരു ശാന്തമായ ജീവിതം നയിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല പഴയ നടന്നുപോയ ടെൻഷൻസ്, കോൺഫ്ലിക്റ്റ് അതെല്ലാം മറക്കാൻ കൂടിയാണ് നിങ്ങളോട് അവർ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഞാൻ ആൾറെഡി പറഞ്ഞു ഇതിൽ നിങ്ങൾക്കൊരു മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ടാവാം, എത്ര എഫർട്ട് ഇട്ടുണ്ടോ ഒരു പ്രയോജനമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനും ഇവിടെ ഇത്രയും നിൽക്കണം, എന്തിനിതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നിങ്ങൾ അത്രയും ടെൻഷൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ആ വ്യക്തിയെ വിടാൻ കഴിയുന്നുണ്ടാവില്ല. നിങ്ങൾ അത്രയും അതിൽ സ്റ്റക്കും അതിൽ നിങ്ങൾ കുറേ ഫീൽ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്നാൽ പോലും നിങ്ങൾ അത്രയും ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോയത് കൊണ്ടായിരിക്കാം കുറച്ച് പേരൊക്കെ ഒരു വാക്കഥയും നടത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം ഈ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ കുറച്ച് പേരൊക്കെ മോൺ ചെയ്തിട്ടുണ്ടാവാം. കുറച്ച് പേര് മോൺ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയിൽ കുറേ ഇരുട്ടും കുറേ വഴക്കും കുറേ സങ്കടവും മാത്രം കിട്ടുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ലൈഫിൽ ഒരു പ്രകാശം വന്നെങ്കിലെന്ന് പറഞ്ഞ് നമ്മൾ ഒരാളിവിടെ പ്രകാശത്തെ നോക്കി ഇവിടെ കുറേ കാര്യങ്ങൾ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് മുമ്പോട്ട് ഒരു പ്രകാശത്തെ നോക്കി പോകുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നമുക്ക് എത്രയൊക്കെ കുറേ സ്ട്രഗിൾസ് കുറേ പ്രശ്നങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് തോന്നി, ഈ ബന്ധമോ റിലേഷനോ ഒന്നും വേണ്ട, നമുക്ക് ഇത്തിരി മനസ്സമാധാനം സന്തോഷം ഒന്ന് പഴയതുപോലെ സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. നമ്മൾ കൊച്ചിലേക്ക് എത്ര ഹാപ്പി ആയിട്ടിരുന്നു അല്ലേ, ഒരു റിലേഷനില്ല, ഒരു ബാധ്യതയില്ല, ഒന്നുമില്ല, അത്രയും ഒരു ഫ്രീ ബാഡായിട്ട് ഹാപ്പി ആയിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുക അല്ലേ, അതുപോലെ ഇരിക്കണമെന്ന് നമുക്ക് തോന്നും.
ഈ ബന്ധത്തിൽ വന്നതിന് ശേഷമാണല്ലോ എനിക്ക് ഇത്രയും സങ്കടം, ഇത്രയും പ്രശ്നം, ഞാൻ ഇത്രയും സ്ട്രെസ് ആകുന്നു, ഡിപ്രഷൻ ആകുന്നു, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് മുമ്പോട്ട് വാക്കവേ നടത്തിയാൽ മതി, പോയാൽ മതി എന്ന് തോന്നും. സോ ആ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. സോ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളങ്ങനെ വാക്കവേ ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു മാറ്റം വന്നത്, നിങ്ങൾക്ക് ന്യായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് ആ ഒരു എനർജി കൊണ്ടാണ്. നമ്മളെപ്പോൾ ലെറ്റ് ഗോ ചെയ്യുന്നോ അപ്പോഴായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മിലേക്ക് വരുന്നത്. അവരിപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ്. നല്ല രീതിയിൽ നിങ്ങളോടൊപ്പം ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യണം, ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്യണം, എൻജോയ് ചെയ്യണം. സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ആഡംബരമായിട്ട് ചെയ്യണമെന്നല്ല, അതായത് നമ്മൾ ഹാപ്പിയായിട്ട് ഒന്നായിട്ട് ഹാപ്പിയായിട്ട് എല്ലാ രീതിയിലും മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒന്നായിട്ടിരുന്ന സമയത്തൊക്കെ നിങ്ങൾ അത്രയും ഒരു സന്തോഷത്തോടെ ഇരുന്നിട്ടുണ്ടാവാം. നിങ്ങൾക്ക് നിങ്ങളോട് രണ്ടുപേരും ചേർന്ന ടൈമായിരിക്കും അവർക്ക് അത്രയും ഒരു സന്തോഷവും, ഓർക്കുമ്പോൾ തന്നെ ലൈഫിൽ അവർ സന്തോഷിച്ചത് അപ്പോഴായിരിക്കാം. നിങ്ങളും അങ്ങനെ ആയിരിക്കാം ആ സമയത്ത്. അവരോടൊപ്പം ചേർന്നിരുന്ന സമയത്ത് അത്രയും ഒരു സന്തോഷവും ഹീലിങ്ങും ഒക്കെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്, ആ വ്യക്തിക്കും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ഹാപ്പിനെസ് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ പേജ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും തുറന്ന് സംസാരിച്ചിട്ടില്ല, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല, പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബന്ധത്തിനെക്കുറിച്ചോ ഈ വ്യക്തിയെക്കുറിച്ചോ ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു വ്യക്തതയില്ല. ഇനി എന്താവും ഈ ജീവിതം, ഇനി ഇത് മുമ്പോട്ട് പോകുമോ, ഇല്ല കമ്മിറ്റ്മെൻറ്റ് തരുമോ, ഇങ്ങനെയൊക്കെ കുറേ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കിടയിൽ രണ്ടുപേർക്കും മാറി മാറി ഉണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. സോ ആ വ്യക്തി അതിനെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടണം, ഒരു ക്ലാരിറ്റി കിട്ടും, എല്ലാത്തിനും ഒരു വ്യക്തത വരും എന്നാണ് കാണുന്നത്. അതുമാത്രമല്ല ഒരു ന്യൂ ബിഗിനിങ്സ്, പേജ് എന്ന് പറയുമ്പോഴും ഒരു ന്യൂ ബിഗിനിങ്സ് ആണ്, ഫൂല് പോലെ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ ദ മൂൺ വന്നിട്ടുണ്ട്. അവരിപ്പോൾ വളരെ വറീഡാണെന്ന് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങളൊരു വാക്കവേ നടത്തിയത് കൊണ്ടായിരിക്കാം അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാതെ കുറേ ഇങ്ങനെ നമ്മൾ എന്താവും, ഇനി എന്താവും, എന്താണ് ചിന്തിക്കുന്നത്, അവർ എന്നെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ നമ്മൾ ചിന്തിച്ചു കൂട്ടില്ലേ. അങ്ങനെ ഒരു ചിന്തിച്ചു കൂട്ടുന്ന മൂണെന്ന് പറയുമ്പോഴേ അങ്ങനെയാണ്, നമ്മൾ കുറേ ചിന്തകളാണ്. പലപ്പോഴും നമ്മൾ തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ലായിരുന്നു നമുക്ക് തോന്നിപ്പോവും. സോ അങ്ങനെ ഒരു എനർജിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പിന്നെ മേ ബി നിങ്ങളും അങ്ങനെ ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നുണ്ടാവും. കാരണം ഇത്രയും ഒരു പ്രശ്നങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇപ്പം എന്തായാലും സ്ട്രെസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളും ആ ഒരു എനർജിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ആ വ്യക്തി പറയുന്നത്. അതായത് ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരു അഡിഷനെ കാണിക്കുന്നതാണ്. അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് ഒരു അഡിഷൻ ആണെന്നാണ് പറയുന്നത്. നിങ്ങളെ വിട്ടിരിക്കാൻ അവർക്ക് കഴിയും. നിങ്ങൾ ഓർക്കണ്ട, ചിന്തിക്കേണ്ട, അത് ചിന്തിച്ചാലും അവർക്ക് നിങ്ങളെ ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. നമ്മളൊരു ഒരു വ്യക്തിയുടെ മേൽ അഡിഷൻ ആവില്ലേ, അവരെത്രയും പ്രശ്നമാണെന്ന് അറിഞ്ഞാൽ പോലും, നമ്മളായാൽ പോലും അങ്ങനെയാണ്, ഇത്രയും പ്രശ്നങ്ങളും സ്ട്രെസ്സിലൂടെ കടന്നു പോയാലും നമുക്ക് അവരെ വിടാൻ പറ്റില്ല. ഒരു അഡിഷൻ അങ്ങനെ ഒരു അതുപോലെ അവരങ്ങനെ നിൽക്കുന്നു, നിങ്ങളില്ലാതെ പറ്റില്ല, അങ്ങനെയാണ് അവർ നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സെപ്പറേഷനൊക്കെ കാരണമായ ഒരു കാരണം ഉണ്ടാകാൻ കൂടെ ചില അഡിഷൻസ് കാരണമായിരുന്നിരിക്കും. ആ വ്യക്തിയുടെ വേറെ എന്തെങ്കിലും ചില അഡിഷൻസോ, ചില വ്യക്തികളോ, ഫ്രണ്ട്സോ, ഫാമിലിയോ എന്തെങ്കിലുമൊക്കെ അഡിഷൻസും അവർ അതിൽ പെട്ട് നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ന്യായം തരാൻ പറ്റിയില്ല എന്ന് ഒരു ഇതുമുണ്ട്. പിന്നെ ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ പരസ്പരം ഇപ്പോൾ ചിലപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടായിരിക്കാം ഒന്നും നിങ്ങൾ തുറന്ന് പറയുന്നുണ്ടല്ലോ. ആൾറെഡി പേജ് ഓഫ് സോട്ട്സും പറഞ്ഞത് അങ്ങനെയാണ്. പരസ്പരം ഒന്നും എക്സ്പ്രസ് ചെയ്യാത്തതും നമ്മുടെ ബന്ധം ഇങ്ങനെ ആവാൻ ഒരു കാരണമാണെന്ന് ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പരസ്പരം എല്ലാ കാര്യങ്ങളും, ഇപ്പം നിങ്ങൾക്ക് സ്നേഹമാണെങ്കിൽ സ്നേഹം എല്ലാം സ്നേഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ പരസ്പരം ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊന്നും എക്സ്പ്രസ് ചെയ്യാതെ നമ്മൾ വാക്കവേ ചെയ്യുകയാണെന്ന് പറഞ്ഞ് നമ്മൾ പോകും. സോ അതുകൊണ്ട് അതെല്ലാം എക്സ്പ്രസ് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്തായാലും ബോട്ടത്തിൽ 4 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. 4 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ്, മാരേജ്, മാനിഫെസ്റ്റേഷൻ എല്ലാത്തിനെയും കുറിക്കുന്നതാണ്. നമ്മുടെ ആഗ്രഹം സഫലമാകുന്ന ഒരു കാർഡാണ്. സോ അവർ അത് നിങ്ങളുടെ ആഗ്രഹം സഫലമാകണം, നിങ്ങൾ ഒന്നിക്കണം, നിങ്ങളോടൊപ്പം നല്ല രീതിയിൽ മുൻപോട്ട് ഒരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് തരുന്ന രീതിയിൽ ഒരു മാരേജിൽ അവസാനിക്കണം. ആൾറെഡി മാരീഡൊക്കെ ആയവരാണെങ്കിൽ പോലും ആ ബന്ധം നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നല്ല രീതിയിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. ഇതാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.